അൻവർ ചാവയറാണെന്നാണ് പഴയ സിമിക്കാരൻ പറഞ്ഞത്. ജലീൽ ജലീൽ അൻവറിൻ്റെ നിഴലായി പിന്നിലുണ്ട്, എല്ലാവരും സംശയിക്കുന്നുണ്ട്. പക്ഷേ ജലീലിൻ്റെ ശബ്ദം ഇപ്പോൾ കേൾക്കുന്നില്ല. ജലീലിൻ്റെ ഇടതുപക്ഷ രാഷ്ട്രീയ ജീവിതം അവസാനിക്കുകയാണോ? ജലീലിൻ്റെ കാര്യം നേരത്തെ തന്നെ ഏതാണ്ട് തീരുമാനമായിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിന് പല കാരണങ്ങളുണ്ട്. ഒന്ന്, അദ്ദേഹം പൊടുന്നനെ ഒരുപക്ഷെ അതിവേഗത്തിൽ മലപ്പുറം ജില്ലയിലെ പൊളിറ്റിക്സിൽ നിന്ന് ഉയർന്നു വന്ന് ഇടതുപക്ഷ രാഷ്ട്രീയത്തിൽ വന്ന് അതിവേഗത്തിൽ മന്ത്രി പദവി വരെ എത്തിയതാണ്. അദ്ദേഹത്തിൻ്റെ മന്ത്രി പദവി ഓർമ്മയുണ്ടാവും സാറിന്. പഞ്ചായത്ത് മിനിസ്റ്ററായിരുന്നു അദ്ദേഹം. കേരളത്തിലെ മന്ത്രിസഭയിലെ മന്ത്രിയാകുന്ന ഏതൊരാളും സ്വപ്നം കാണുന്ന ഒരു നല്ല മന്ത്രി പദവി, നല്ല വകുപ്പാണത്. കാരണം എന്താ വെച്ചാൽ സാധാരണക്കാർക്ക് ഗ്രാസ് റൂട്ട് ലെവലിൽ പോകാൻ പറ്റിയ വകുപ്പ്. ആ വകുപ്പിൽ അദ്ദേഹത്തിന് തുടരാൻ പറ്റിയില്ല. ഒന്ന്, അതിൻ്റെ വിശദാംശങ്ങളിൽ ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹം പാർട്ടിയെ പിണക്കിയിട്ടുണ്ട്. അതേ സമയത്ത് തന്നെ അഡ്മിനിസ്ട്രേഷൻ ലെവലിൽ ഭരണ തലത്തിൽ അദ്ദേഹത്തിൻ്റെ കെടുകാര്യസ്ഥതയും കഴിവുകേടും ഒക്കെ ആ സമയത്ത് വെളിവായിട്ടുണ്ട്. എന്തായാലും പാർട്ടി അദ്ദേഹത്തെ മാറ്റി. എന്നിട്ട് വിദ്യാഭ്യാസ വകുപ്പിനെ വെട്ടിമുറിച്ചിട്ട് ആദ്യമായിട്ടാണ് ജലീലിന് വേണ്ടിയിട്ട് വെട്ടിമുറിച്ചിട്ടാണ് ഉന്നത വിദ്യാഭ്യാസം. പക്ഷേ ജലീൽ ഒരു വലിയ ഭാഗ്യവാനാണ്. വായിലൊരു പ്രിന്റിംഗ് പ്രസ് ഉണ്ട്, അച്ചടി ഭാഷയിൽ സംസാരിക്കും. അതുകൊണ്ട് മാത്രം ഭാഗ്യമുണ്ട് കേട്ടോ. ഭാഗ്യം ഒരു ഫാക്ടറാണല്ലോ പൊളിറ്റിക്സിൽ. പക്ഷേ ജലീൽ അത് കഴിഞ്ഞിട്ട് പിന്നെ സംഭവിച്ചത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, അദ്ദേഹം ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൽ ഒരുപാട് കുഴപ്പങ്ങളും ദുഷ്പേരുകളും ഉണ്ടാക്കി. രണ്ടാമത്തെ കാര്യം ഉണ്ടായത്, ഇദ്ദേഹത്തിന് പാർട്ടിക്ക് പുറത്ത് നിന്ന് പാർട്ടിയെ, മലപ്പുറം ജില്ലയിലെ പാർട്ടിയെ, ഇപ്പോൾ എടപ്പാളിലെ പാർട്ടിയെ, അല്ലെങ്കിൽ അവിടുത്തെ തവനൂർ മണ്ഡലത്തിലെ പാർട്ടിയിൽ അദ്ദേഹത്തിൻ്റെതായൊരു ഗ്രൂപ്പ് ഉണ്ടാക്കിയെടുക്കുകയും പുറത്ത് നിന്ന് പാർട്ടിയെ തനിക്ക് മാനേജ് ചെയ്യാവുന്ന വിധത്തിൽ ഒരു പാർട്ടി കമ്മിറ്റി അവിടെ ഉണ്ടാക്കി. ജലീലിൻ്റെ കയ്യിൽ മലപ്പുറത്തെ പാർട്ടിയുടെ ഒരു റിമോട്ട് കൺട്രോൾ ഉണ്ടായി, ഒരു പാർട്ടിയിലെ ഒരു വിഭാഗത്തിൻ്റെ. അതെ, അതേ സമയത്ത് തന്നെ സംഭവിച്ചത് മലപ്പുറം ജില്ലാ പാർട്ടിക്ക് അതീതമായി അവിടുത്തെ സ്വതന്ത്ര എം എൽ എമാർ ഒക്കെ തന്നെ, എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഈ അബ്ദുറഹ്മാൻ മാത്രമാണ് കുറച്ച് പാർട്ടിക്ക് സ്വീകാര്യനായിട്ട് നിൽക്കുന്നതെന്ന് തോന്നുന്നു. ബാക്കി സ്വതന്ത്ര എം എൽ എമാരുടെയൊക്കെ സ്ഥിതി അതാണ്. സ്വതന്ത്ര എം എൽ എമാർ പാർട്ടിക്ക് മുകളിലാണ്. കേരളത്തിലെ ചെറിയ ജില്ലാ കമ്മിറ്റിയാണല്ലോ മലപ്പുറം, ചെറിയ ജില്ലാ കമ്മിറ്റിയാണ്. മാത്രമല്ല എനിക്ക് തോന്നുന്നു പിണറായി വിജയൻ നേരിട്ട് റിക്രൂട്ട് ചെയ്യുന്നതാണ് ഈ മന്ത്രിമാരെയൊക്കെ എന്നൊരു ധാരണയുണ്ട്. അതുകൊണ്ട് അവരെ ഒന്നും കയറി ഭരിക്കാൻ അവിടുത്തെ പാർട്ടി തയ്യാറാവില്ല. പാർട്ടിക്ക് മീതെയുള്ള ശക്തി, പാർട്ടിയെ വല്ലാതെ കീഴ്പ്പെടാൻ ഇവരും പോകില്ല. ആ രീതിയിലാണ് പോകുന്നത്. അത് അൻവർ ആയാലും ജലീലായാലും അങ്ങനെയാണ്. അപ്പോൾ ഒടുവിൽ ഞാൻ മനസ്സിലാക്കുന്നത്, ഈ തവനൂർ മണ്ഡലത്തിലെ CPM-കാരാണ് ജലീലിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉള്ളിലെ എതിരാളികൾ. അത് എനിക്ക് നേരിട്ടുള്ള ചില അനുഭവങ്ങളുണ്ട്. ജലീൽ ആയിട്ട് എനിക്ക് അടുപ്പവും ഒക്കെ ഉണ്ടെങ്കിലും ഞാൻ ഇത്തരം പൊളിറ്റിക്സ് അദ്ദേഹമായിട്ട് സംസാരിക്കാറില്ല. മറ്റു കാര്യങ്ങൾ, സാംസ്കാരിക കാര്യങ്ങൾ ഒക്കെയാണ് ഞങ്ങൾ സംസാരിക്കാറുള്ളത്. പൊളിറ്റിക്സിൽ ഞാൻ മനസ്സിലാക്കിയത്, ഒരിക്കൽ സാറിന് ഓർമ്മയുണ്ടോ എന്നറിയില്ല, ഈ മഹാത്മാഗാന്ധി കേരളത്തിൽ വന്ന 5-6 പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിൽ രക്തസാക്ഷ്യം എന്ന് പറഞ്ഞൊരു പരിപാടി സ്റ്റേറ്റ് ഗവൺമെൻറ് വെച്ച് 20 ലക്ഷം രൂപയോ മറ്റോ ഒരു പരിപാടി കൊടുത്തു, ഒരു സ്ഥലത്തെ പരിപാടി. അവിടെ അതുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ, അപ്പോൾ മഹാത്മാഗാന്ധിക്ക് ബന്ധമുള്ള നാടാണ് ഈ തവനൂര്, കേളപ്പജിയും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട മഹാത്മജിയുടെ ചിതാഭസ്മം നിമജ്ജനം ചെയ്ത കൂട്ടത്തിൽ ഇന്ത്യയിലൊരു നാട് കൂടിയാണ്. അപ്പോൾ അവിടെ വലിയ പരിപാടി വെച്ചു. അവിടെ വലിയ പരിപാടി വെച്ചിട്ട് പ്രദർശനമൊക്കെ ഉണ്ട്. അത് അതിൻ്റെ ഒരു ചടങ്ങ് പോലെ നടക്കുന്നുണ്ട്. പക്ഷേ ആ പരിപാടിയിലേക്ക് ഒരു സെമിനാറിന് ഞാനും പങ്കെടുക്കേണ്ടായിരുന്നു. ഞാൻ ആ ലിസ്റ്റിൽ ഏറ്റവും ഒടുവിലത്തെ ആളാണ്. ഡോക്ടർ എം എൻ കാരശ്ശേരി ഉണ്ട്, ഡോക്ടർ എസ്, എനിക്ക് തോന്നുന്നു ശാരദക്കുട്ടി മാഡം ഉണ്ടെന്ന് തോന്നുന്നു, പിന്നെ ഇദ്ദേഹമുണ്ട്, നമ്മുടെ MES-ൻ്റെ ഫസൽ ഗഫൂർ ഉണ്ട്, അന്ന് മീഡിയ വണ്ണിലുണ്ടായിരുന്ന PT നാസർ ഉണ്ട്. ഈ നവോത്ഥാനവും കേരളവും ആണ് വിഷയം. അപ്പോൾ അതിൽ ഞാൻ ഒടുവിലത്തെ ആൾ. പക്ഷേ ഈ 2 മണിക്ക് പറഞ്ഞ പരിപാടി, സെമിനാർ, അവിടെ 7 മണിക്കോ മറ്റോ തുടങ്ങിയത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഒറ്റ മനുഷ്യൻ ആ പന്തലിലേക്ക് വരുന്നില്ല. അപ്പോൾ എനിക്ക് പരിചയമുള്ള നാടാണ് പലരും. അപ്പം ഞാൻ അവിടെ ഇറങ്ങി അന്വേഷിച്ച് നോക്കുമ്പോൾ എന്നോട് വളരെ കൃത്യമായിട്ട് ആളുകൾ പറഞ്ഞു, അതെങ്ങനെയാണ് മാഷെ, CPM-കാർ തീരുമാനിച്ചാൽ പിന്നെ ആളുണ്ടാവും. CPM-കാർ അതിന് പോകണ്ടാന്ന് തീരുമാനിച്ചു. പാർട്ടിയെ വിട്ട് CPM-നെ വിട്ടാണ് ജലീൽ തീരുമാനിച്ച പരിപാടിയാണ്. അതുകൊണ്ട് അപ്പോൾ ജലീലിനെ CPM-കാർ തള്ളിക്കളഞ്ഞിട്ട് കുറേ കാലമായി. നമ്പർ 2, ഇത് ഒരു എവിഡൻസ് എൻ്റെ പേഴ്സണലാണ്. ഒരു പൊതു എക്സാമ്പിൾ സാറ് കണ്ടിട്ടുണ്ടാവും. ഈ ഫിറോസ് കുന്നംപറമ്പിൽ എന്ന് പറഞ്ഞ അങ്ങേയറ്റം ഷെയ്ഡി ആയിട്ടുള്ള ഈ മനുഷ്യന്റെ കണ്ണീര് കൊണ്ട് ജീവിക്കുന്ന ഒരാൾ, നന്മ മരം, മുസ്ലിം ലീഗുകാരനായ ആളെ കൊണ്ടുപോയി കോൺഗ്രസിന്റെ സീറ്റ് ആയതുകൊണ്ട് ജലീലിനെതിരെ മത്സരിച്ച് ജയിപ്പിച്ചു കളയാമെന്ന് വിചാരിച്ച് കോൺഗ്രസ്സുകാർ കൊണ്ടുപോയി സീറ്റ് കൊടുത്ത്
അവനായതുകൊണ്ട് മാത്രമാണ്, എന്നിട്ട് പോലും സാർ ഓർക്കുന്നുണ്ടോ, അവനായതുകൊണ്ട് മാത്രമാണ് ജലീൽ കഷ്ടിച്ച് ജയിച്ചു പോയത്. ജലീലിനെ തോൽപ്പിക്കാൻ ഇടതുപക്ഷം തീരുമാനിച്ചിരുന്നു എന്നാണ് അന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലെങ്കിൽ ജലീലിൻ്റെ ഈ പ്രഭാവം എന്നാലോചിച്ചൊക്കെ മന്ത്രിപദത്തിലൊക്കെ ഇരുന്ന കാലം. അപ്പോൾ സൂപ്പർ മുഖ്യമന്ത്രിയായിരുന്നു, ഗംഭീരമായിട്ട്. അപ്പോൾ അങ്ങനെ സാധ്യമായിരുന്നു. അപ്പോൾ ജലീൽ ഏതാണ്ട് തീരുമാനമായിട്ടുണ്ട്. ഇനിയിപ്പോൾ ജലീൽ എന്ത് എന്നാണോ ജലീൽ? അതെ, ജലീൽ CPM ഏതാണ്ട് ജലീലിനെ വിട്ടു എന്ന് വളരെ വ്യക്തമായി. പക്ഷെ അതിൻ്റെ ഒരു കാരണം എനിക്ക് തോന്നുന്നത്, കുഞ്ഞാലിക്കുട്ടിയുടെ മകനുമായി ബന്ധപ്പെട്ട മറ്റേ ബാങ്കിൻ്റെ ഒരു ഇഷ്യൂ ഉണ്ടായല്ലോ, അത് ജലീൽ ഒരു പത്രസമ്മേളനം നടത്തി. അത് പിണറായിയുടെ അനിഷ്ടത്തിന് പാത്രമായി. AR നഗർ സർവീസ് ബാങ്ക്, അത് സത്യത്തിൽ ജലീൽ അന്ന് ഞെട്ടിപ്പോയി. ജലീൽ വിചാരിച്ചത് അത് തെറ്റിദ്ധാരണയാണ് ജലീലിന്. അത് എനിക്ക് തോന്നുന്നു ജലീലിന് ഇതിൻ്റെ ഇന്നർ പൊളിറ്റിക്സ് അറിയാൻ അദ്ദേഹം ശ്രമിക്കാഞ്ഞിട്ടാണ് പാർട്ടി മെമ്പർഷിപ്പ് എടുത്തിട്ടില്ല. ഏറ്റവും പരിഹാസ്യമായ കാര്യം, പാർട്ടിയുടെ പ്രാഥമിക അംഗത്വം പോലും ഇല്ലാത്ത ഒരാളാണ് പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി തീരുമാനങ്ങൾ വിശദീകരിക്കാൻ വേണ്ടി സംസ്ഥാന പാർട്ടി നയിച്ച ജാഥയിൽ ഇത് വിശദീകരിച്ചുകൊണ്ടിരുന്നത്. പൂർണ്ണ സമയ അംഗമാണ്. അതിന് ജലീൽ പറഞ്ഞൊരു ഉദാഹരണമുണ്ട്. എനിക്ക് എല്ലാ കാലത്തും രാഷ്ട്രീയത്തിൽ ഗോഡ് ഫാദേഴ്സ് ഉണ്ടായിരുന്നു. മുസ്ലിം ലീഗിൽ എനിക്ക് കൊരമ്പയിൽ അഹമ്മദ് ഹാജിയായിരുന്നു, CPM എനിക്ക് പിണറായി വിജയനാണ്. ആ ഗോഡ് ഫാദർ എവിടെയോ വെച്ച് നഷ്ടപ്പെട്ടിട്ടുണ്ട്. ജലീലിനെ തള്ളിക്കളഞ്ഞത് മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറ്റിയപ്പോൾ ഒന്നാമത്തെ തവണ വകുപ്പ് മാറ്റി, രണ്ടാമത്തെ തവണ ആദ്യം കിട്ടിയ ചെറിയ ലോകായുക്ത എന്ന് പറയുന്ന ഒരു ചെറിയ കാരണം, ചെറുതല്ല, അന്ന് അതിന് വകുപ്പുണ്ടായിരുന്നു തോന്നുന്നു, മാറ്റിക്കളഞ്ഞു. എന്നാൽ അങ്ങനെ നിയമപരമായ കാരണങ്ങളാൽ മാറ്റിക്കളഞ്ഞാൽ അടുത്ത മന്ത്രിസഭയിൽ നിർബന്ധമായും ചെറുപ്പക്കാരനുമാണല്ലോ ജലീൽ, പ്രായത്തിൻ്റെ പ്രശ്നമല്ലേ, ജലീലിനെ മന്ത്രിയാക്കണ്ടേ, തള്ളിക്കളഞ്ഞു. ജലീലിനെ വെറു MLA ആക്കി നിർത്തി. അപ്പോൾ പിണറായി അദ്ദേഹത്തെ തള്ളിക്കളഞ്ഞിട്ടുണ്ട്. ഇനി എന്ത് എന്നാണ് ചോദ്യമെങ്കിൽ എനിക്ക് തോന്നുന്നത് എങ്ങോട്ട് പോകും ജലീൽ ഈയിടെ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു, DC ബുക്സ് എൻ്റെ കഴിഞ്ഞ വർഷം ഇറങ്ങിയ പുസ്തകങ്ങൾ ഇത്രയാണ്, DC ഇത്ര ഇറക്കി, ചിന്ത ഇത്ര ഇറക്കി, എഴുത്തിലേക്ക് പോകുക. റോയൽറ്റി എഴുത്തിൽ എനിക്ക് തോന്നുന്നത് എഴുത്തുകാരനാണോ ജലീലിന് രാഷ്ട്രീയമായ മേൽവിലാസം കൊണ്ട് വിറ്റഴിക്കാൻ കഴിയുമെങ്കിൽ വിറ്റഴിക്കുന്നു എന്നതല്ലാതെ അതിൻ്റെ സൗകര്യം തൃശ്ശൂരെ ഒരു കോളേജ് ടീച്ചർ വിൽക്കുന്ന പോലെ അതിലപ്പുറമൊന്നും ജലീൽ എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ. ഞാനിപ്പോൾ ജലീലിനോട് അത്തരം കാര്യങ്ങൾ, ജലീലിൻ്റെ പുസ്തകങ്ങളൊക്കെ എനിക്ക് തരാറുണ്ട്, കാണുമ്പോഴൊക്കെ ഞാൻ വായിച്ചു നോക്കാറുണ്ട്. ഒരു ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ട് എഴുത്തുകാരൻ എന്ന നിലയിൽ ജലീലിന് എന്തെങ്കിലും ചെയ്യാനുണ്ട് എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ അദ്ദേഹം അത് മാർക്കറ്റ് ചെയ്യുന്നതും വേറെ രീതിയിലാണ്. മലപ്പുറത്ത് ആദ്യമായൊരു പുസ്തക പ്രകാശനത്തിന് സാക്ഷാൽ മമ്മൂട്ടി വരുന്ന ജലീലിൻ്റെ പുസ്തക പ്രകാശനം, അതും മലബാർ കലാപവുമായി ബന്ധപ്പെട്ട. സത്യസന്ധമായിട്ട് പറഞ്ഞാൽ മലബാർ കലാപത്തെക്കുറിച്ച് ലഭ്യമായ ഏറ്റവും മോശം പുസ്തകമാണ് ജലീലിൻ്റെ പുസ്തകം. ആ പുസ്തകം പ്രകാശനം ചെയ്യാനാണ് മമ്മൂട്ടി വന്നത്. അപ്പോൾ മമ്മൂട്ടിയെ വരുത്താൻ പറ്റും. അപ്പോൾ അത്തരത്തിലുള്ള രാഷ്ട്രീയ സ്വാധീനം കൊണ്ട് ജലീൽ ഉണ്ടാക്കിയെടുത്തതല്ലാതെ എഴുത്തിൽ ജലീലിന് എന്തെങ്കിലും ചെയ്യാനുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. ജലീലിന് രാഷ്ട്രീയം തന്നെയുള്ളൂ. രാഷ്ട്രീയത്തിൽ ജലീലിന് നിൽക്കാൻ അറിയാം. ജലീലിന് എവിടെ അത് ജലീൽ തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും. അതെവിടെ? ജലീലിനെ കുറിച്ച് വലിയ വാർത്തകൾ വന്നിരുന്നു. ജലീൽ 2 തരത്തിലാണ് ജലീലിൻ്റെ ഓപ്പറേഷൻ. ജലീൽ ഇപ്പോൾ കുറേ കാലമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു, അഡ്രസ്സ് ചെയ്യുന്നു CPM-നെ അല്ല. ജലീൽ അഡ്രസ്സ് ചെയ്യുന്നത് മുസ്ലിം ലീഗിനെയാണ്. 2 തരത്തിൽ. ഒന്ന്, ഈ ആദ്യഘട്ടത്തിൽ കുഞ്ഞാലിക്കുട്ടിയെ മാത്രം മാറ്റി നിർത്തിയിട്ട് പാണക്കാട് തങ്ങളെ ചേർത്ത് വിളിച്ചിട്ട്, ശ്രദ്ധിച്ചിട്ടുണ്ടോ? കുഞ്ഞാലിക്കുട്ടിയാണ് മോശം. പാണക്കാട് തങ്ങളെക്കുറിച്ച് നല്ലത് മാത്രം പറഞ്ഞ് ഒരു പാണക്കാട് ഗ്രൂപ്പ് ഉണ്ടാക്കിയെടുക്കാൻ. അതിനിടയിൽ ഓർമ്മയുണ്ടോ? പാണക്കാട് തങ്ങളുടെ തന്നെ മരിച്ചുപോയ ഹൈദരലി ശിഹാബ് തങ്ങളുടെ പുത്രൻ മൊയ്ൻ അലി തങ്ങൾ പാർട്ടിക്കെതിരെ സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കിയല്ലോ, കുഞ്ഞാലിക്കുട്ടിക്കൊക്കെതിരെ സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കി. ആ സ്റ്റേറ്റ്മെൻറ്റിൻ്റെയൊക്കെ പിന്നിൽ ആ ഒരു ലോബിയിൽ ഒരു കുഞ്ഞാലിക്കുട്ടി വിരുദ്ധ പാർട്ടിയെ, മുസ്ലിം ലീഗിനെ വളർത്തിയെടുക്കുന്നതിൽ ജലീൽ ഒരു ശ്രമം നടത്തിയിട്ടുണ്ട്. അത് തക്ക സമയത്ത് കുഞ്ഞാലിക്കുട്ടി ആരാ മോൻ ചോദിക്കൂലേ, കുറ്റിപ്പുറത്തെ ഏതൊരു കല്യാണ വീട്ടിൽ കുഞ്ഞാലിക്കുട്ടി ഇദ്ദേഹത്തെ ചെന്ന് കണ്ടു. ജലീലിനെ രണ്ടുപേരും ഒന്നിച്ച് ആരുടെ ആവശ്യത്തിന് കണ്ടു എന്നുള്ളതൊക്കെ രണ്ടാമത്തെ കാര്യം. കണ്ടു എന്ന് വാർത്ത ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോൾ കഴിഞ്ഞ കുറേ കാലമായിട്ട് കുഞ്ഞാലിക്കുട്ടിക്കെതിരെ ജലീൽ എന്തെങ്കിലും പറയുന്നത് കാണുന്നുണ്ടോ? പക്ഷേ കുഞ്ഞാലിക്കുട്ടിയെ പോലെ ഒരു പൊളിറ്റിക്കൽ ജയിന്റിന് എന്തിനാണ് ഈ തൃണമായ ജലീലിനെ? അല്ല, അത് ജലീൽ ബഹളം വെക്കുന്ന ഒരു നാവടക്കാൻ വേണ്ടിയാവാം. നാവടക്കാൻ എവിടുത്തെ നാക്ക്? ലീഗിനകത്ത് ഈ ജലീൽ കൊടുക്കുന്ന ഡോസ് കൊണ്ട് കുഞ്ഞാലിക്കുട്ടിക്കെതിരെ ഉയർന്നു വരുന്ന ശബ്ദങ്ങളെ ഇല്ലാതാക്കാനാണ്. വേറൊരു ബോധം കൂടി ആ സമയമായപ്പോഴേക്ക് ജലീലിന് വന്നിട്ടുണ്ടാവണം. അത് ഈ AR നഗർ സാറ് പറഞ്ഞ കേസാണ്. AR നഗർ സർവീസ് ബാങ്കിൽ എന്ന് പറഞ്ഞാൽ കുഞ്ഞാലിക്കുട്ടിയുടെ മോൻ്റെയും ഒക്കെ പണം ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന സ്ഥലമാണ്. പക്ഷേ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ആ ബാങ്കിൻ്റെ അഡ്മിനിസ്ട്രേറ്റർ അവിടുത്തെ CPM നേതാവിൻ്റെ മരുമോനാണ്. CPM-ൻ്റെ ജില്ലാ സെക്രട്ടറിയുടെ മരുമോനാണ്. അപ്പോൾ CPM-കാരനായ ഒരാൾ കാവലിരിക്കുന്ന ഒരു
നിധികുംഭം 100% മുസ്ലിം ലീഗ് മെമ്പർമാർ മാത്രം ഉള്ളിടത്ത് ആണല്ലോ, വളരെ സേഫായിട്ടുള്ളൊരു ബാങ്കാണ് എന്ന നിലയിലാണ് ആ ബാങ്കിൽ വലിയ അഴിമതി ആരോപണങ്ങൾ വന്നു. അപ്പോൾ അതിനെതിരായിട്ട് AR നഗറിലെ CPM ഒരു സമരം വെച്ചു. ജലീൽ പോയി ഉദ്ഘാടനം ചെയ്തു. പക്ഷേ ഉദ്ഘാടനം ചെയ്തതേ ഓർമ്മയുള്ളൂ. ഉദ്ഘാടനം ചെയ്ത് തിരിച്ച് വണ്ടിയിൽ കയറിയപ്പോൾ ഉന്നതങ്ങളിൽ നിന്ന് വിളി വന്നു. പിണറായി തന്നെ ആയിരിക്കണം വിളിച്ചിരിക്കുക, തന്നോട് ആരാണ് ആ പണിക്ക് പോകാൻ പറഞ്ഞത്. അതിന് പറയാനൊരു ന്യായവും കിട്ടി. കേരളത്തിലെ സഹകരണ ബാങ്കുകളിൽ നടക്കുന്ന കുംഭകോണങ്ങളെക്കുറിച്ച് കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കണം എന്ന് ഇവൻ പറഞ്ഞു. അവരെ ക്ഷണിച്ചു വരുന്ന പണിയാണ്. അല്ല, അങ്ങനെ പറഞ്ഞാൽ ചോദിച്ചിട്ടുണ്ടാവും തീർച്ചയായിട്ടും. കേരളത്തിലെ സഹകരണ ബാങ്കുകളിൽ മഹാഭൂരിപക്ഷം ആരുടേതാണെന്ന് നിനക്കറിയാവോ? അങ്ങനെയാണെങ്കിൽ ആരുടെയൊക്കെ നേർക്ക് അന്വേഷണം വരുമെന്ന് അറിയാമോ എന്നൊക്കെ ചോദിച്ച് പിണറായി മേലാലാക്ക ആ വഴിക്ക് പോയി പോയതെന്ന് പറഞ്ഞു. പിന്നെ AR നഗർ സമരം ഉണ്ടായിട്ടില്ല. ജലീൽ ബുദ്ധിമാനായതുകൊണ്ട് ഒരു പാഠം പഠിച്ചിട്ടുണ്ടാവണം. കുഞ്ഞാലിക്കുട്ടിക്കെതിരായി ഞാൻ വന്ന് പ്രസംഗിച്ചപ്പോൾ കുഞ്ഞാലിക്കുട്ടിയെ രക്ഷിക്കാനുള്ളവർ എൻ്റെ തന്നെ തലക്ക് മീതെ കേരളത്തിലെ CPM-ന്റെ തലപ്പത്തുള്ളവർക്ക് കുഞ്ഞാലിക്കുട്ടിയെ രക്ഷിക്കേണ്ടതുണ്ട് എന്ന് മനസ്സിലായി കാണും. ജലീലിന് ഇപ്പോഴേ മനസ്സിലായുള്ളൂ. അതെ, എത്രയോ കാലമായിട്ടുണ്ട്. ഐസ്ക്രീം പാർലർ കേസ് മുതൽ, VS പിണറായി യുദ്ധം മുതൽ, MK ദാമോദരൻ മറ്റേ കല്ലട സുകുമാരൻ യുദ്ധം മനസ്സിലായി കാണും അല്ലേ? അന്നേ മനസ്സിലാക്കേണ്ടതാണ്. അല്ലെങ്കിൽ എന്തായാലും മനസ്സിലാക്കാൻ വൈകിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ജലീലിന് എന്തൊക്കെ പറഞ്ഞാലും ജലീലിന് ഒരു മുസ്ലിം ലീഗിനെതിരായി ജലീലിനെ ഏൽപ്പിച്ച പണിയും അതാണല്ലോ. മുസ്ലിം ലീഗിനെതിരായി ക്യാമ്പയിൻ നടത്തിയിട്ട് അതെ അവിടെ ജയിച്ചു വന്ന ഒരാളാണല്ലോ. പക്ഷെ എൻ്റെ ചോദ്യം ഇപ്പോഴും ബാക്കിയാണ്, ജലീൽ ഇനി എങ്ങോട്ടാണ്? എൻ്റെ ഒരു വിശ്വാസം ജലീലിൻ്റെ ഒരു മനസ്സ് വെച്ച്, ജലീൽ ഒരു കാലത്തും ഞാൻ വിചാരിക്കുന്നത് ഒരു കമ്മ്യൂണിസ്റ്റുകാരനായിട്ടില്ല. ജലീൽ CPM-ന്റെ സഹയാത്രികനായി നിന്നുകൊണ്ട്, കടുത്ത മതവിശ്വാസിയായി നിന്നുകൊണ്ട്, പഴയ സിമി കുഞ്ഞ് ഉറങ്ങിയിട്ടില്ല. മതത്തിനകത്തെ എല്ലാ സെൻറ്റിമെൻസിൻ്റെയും കൂടെ നിന്നുകൊണ്ട് തന്നെയാണ് അദ്ദേഹം CPM-ന്റെ സഹയാത്രികനായി നിന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിന് വളരെ ഈസിയാണ് അദ്ദേഹത്തിന് മുസ്ലിം ലീഗിലേക്ക്, മാത്രമല്ല മുസ്ലിം ലീഗുമായിട്ടൊരു ആത്മബന്ധം എപ്പോഴും അദ്ദേഹം മുറിച്ച് കളഞ്ഞു. ഒരു ഹൈപ്പോത്തറ്റിക്കൽ ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ, സിമിയുടെ നിരോധനം അങ്ങ് മാറിയാൽ ജലീൽ എവിടെയായിരിക്കും? സിമിയിലായിരിക്കും? ഇല്ല, അതിന് സാധ്യതയൊന്നുമില്ല ഇനി. ഇല്ല, സിമി നിരോധനം ഒന്നും മാറാൻ പോകുന്നില്ല. ഹൈപ്പോത്തറ്റിക്കൽ ആണെന്നുള്ളത് ഞാൻ പറയുന്നത്. ഇനി സിമി അങ്ങനെ നിരോധനമൊക്കെ നീക്കി സിമി വന്നാൽ പോലും ജലീലിനെ പോലെ ഒരാൾക്ക് ഇനി സിമിയിൽ സ്കോപ്പില്ല. അദ്ദേഹം പിന്നെ സാധ്യത ഉണ്ടായിരുന്ന ഒന്ന് വെൽഫെയർ പാർട്ടിയാണ്. കാരണം അവരുടെ കുടുംബമൊക്കെ അങ്ങനെ SDPIയിലൊന്നും പോകാൻ ജലീലിന് സാധ്യതയില്ല. എനിക്ക് തോന്നുന്നു ജലീലിന് മലപ്പുറം ജില്ലയുടെ ഒരു സെൻറ്റിമെൻസും മലപ്പുറം ജില്ലയുടെ ഒരു മനസ്സും ഇടതുപക്ഷത്തിൻ്റെ ഒരു പൊതു മനസ്സൊക്കെ അറിയാം ജലീലിന്. ഇടതുപക്ഷത്തിൽ തന്നെയുള്ള മുസ്ലിം മനസ്സും അറിയാം. അപ്പോൾ ജലീൽ സോഫ്റ്റ് ആയിട്ടുള്ള മനസ്സുണ്ടോ? ഇടത് മുസ്ലിം മനസ്സ് തീർച്ചയായിട്ടും ഉണ്ട് സാർ, തീർച്ചയായിട്ടും ഉണ്ട്. അവർക്ക് വിശ്വാസത്തിൻ്റെ സെൻറ്റിമെൻസും ഒക്കെ ഉണ്ട്. അതേ സമയത്ത് ഒരു വർഗീയമായ വിദ്വേഷത്തിൻ്റെ തലത്തിലേക്ക് പരസ്യമായെങ്കിലും പോകാൻ അവർ തയ്യാറാവുകയില്ല. അങ്ങനെ പരസ്യമായി ഞാൻ പറയാം, രഹസ്യമായി പോവാം. അത് ഇതിപ്പോൾ എന്തായാലും അവനവൻ്റേതായ ഒരു സ്വത്വവും സെൻറ്റിമെൻസും ഒക്കെ സൂക്ഷിക്കുന്നത്. എൻ്റെ വിശ്വാസം എൻ്റെ രാഷ്ട്രീയ പ്രമാണത്തെക്കാളും വലുതാണെന്ന് വിശ്വസിക്കുന്നതുകൊണ്ടാണല്ലോ. അതെ, അതുകൊണ്ടാണ് ആലപ്പുഴ ഏരിയ സെൻറ്ററിലെ അംഗത്തിനെ മയക്കുമരുന്ന് കേസിൽ പിടിക്കുമ്പോൾ ഞാൻ ഒരു സെൻറ്ററിലെ അംഗം, ഏരിയ സെക്രട്ടേറിയറ്റ് ആണല്ലോ സെൻറ്റർ, അദ്ദേഹം പറയുന്നത് ഞാൻ ദീനിയായ മുസ്ലിമാണ്, കള്ളം പറയില്ല എന്ന് പറയുന്നത്. അതാണ് CPM. അങ്ങനെയുള്ള CPM അത് CPM ആണ് കേട്ടോ സാർ പരിശോധിക്കേണ്ടത്. അത് സാറ് പറഞ്ഞ ഇടത് മനസ്സുള്ള CPM ആയിരിക്കും. ഇടത് മനസ്സുള്ള CPM എന്ന് പറയുന്നൊരു സാധനമുണ്ട്. അല്ല, കുഞ്ഞഹമ്മദ് പറഞ്ഞു ഇടത് മനസ്സുള്ള CPM അല്ല, മുസ്ലിം മനസ്സുള്ള CPM. അതാണ് സാധനം. അതുണ്ട്, ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുണ്ട്. അത് ഉണ്ടാക്കിയെടുത്തതിൽ നമ്മുടെ മാധ്യമം പത്രവും മീഡിയ വണ്ണും ഒക്കെ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. ഇവരൊക്കെ കമ്മിറ്റിക്ക് പോകുമ്പോൾ രാവിലെ വായിച്ചു പോകുന്നത് ദേശാഭിമാനിയേ അല്ല. ഏതായാലും നമ്മൾ കൺക്ലൂഡ് ചെയ്തില്ല എങ്ങോട്ടാണ് പോകുന്നത്. മുസ്ലിം ലീഗിലേക്ക് പോകാനാണ് എനിക്ക് തോന്നുന്നു. ഇനിയുള്ള കാലത്ത് മലപ്പുറം ജില്ലയിലെ ഒരു സാഹചര്യത്തിൽ കോൺഗ്രസിലേക്ക് പോയിട്ട്, തവനൂർ കോൺഗ്രസിൻ്റെ സീറ്റാണെങ്കിൽ പോലും കോൺഗ്രസിലേക്ക് പോയിട്ട് ഒരു രാഷ്ട്രീയ വിജയം ഉണ്ടാക്കാൻ, പ്രത്യേകിച്ച് CPM-ൽ നിന്ന്. അപ്പോൾ അദ്ദേഹം കുറെ കൂടി എളുപ്പമുള്ള വഴിയാണ് സ്വീകരിക്കുക. മുസ്ലിം ലീഗ് ഏറെക്കുറെ ജലീലിനെ സ്വീകരിക്കാൻ ഒരു ആ മനസ്സ് അദ്ദേഹം പരുവപ്പെടുത്തിയിട്ടുമുണ്ട്. പാണക്കാട് തങ്ങളുടെ സോഫ്റ്റായി. ഏതായാലും അധികം വൈകാതെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ വേളയിലോ അതിനു മുമ്പോ കുഞ്ഞാലിക്കുട്ടിയുടെയും തങ്ങളുടെയും ജലീലിൻ്റെയും ചിത്രം ഒന്നിച്ചു വരുന്നൊരു പോസ്റ്റർ കാണാൻ പറ്റും അല്ലേ? അങ്ങനെ പ്രതീക്ഷിക്കാനാണ് സാഹചര്യ തെളിവുകൾ രാഷ്ട്രീയ നിരീക്ഷകരായ നമ്മളോടൊക്കെ ആവശ്യപ്പെടുന്നത്. ഏതായാലും പച്ച ചെങ്കൊടി ജയിക്കട്ടെ. തീർച്ചയായിട്ടും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.